നമസ്കാരം, എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ നാടൻ നെല്ലിക്ക ഉപ്പിലിട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും നെല്ലിക്ക ഉപ്പിലിടാൻ. പക്ഷേ ചിലരൊക്കെ ഇടുമ്പോഴത്തേക്ക് നെല്ലിക്ക ഉപ്പിലിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നെല്ലിക്ക എന്നല്ല എന്ത് ഉപ്പിലിട്ടാലും അതിൻ്റെ പൊക്കത്തൊരു വെള്ള കളറിൽ പാട വന്ന് ആ ഫംഗസ് വന്ന് ആകെ കേടായിപ്പോവും. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ ഒരു വർഷത്തിനേലും മേലെ വെച്ചാലും ചീത്തയാവാതെ നമുക്ക് എങ്ങനെ നെല്ലിക്ക നല്ലതുപോലെ ഉപ്പിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പാനാണ്. അതിലേക്ക് ഒരു 1/2 കപ്പോളം ഉപ്പ്, നമ്മുടെ ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ചും നെല്ലിക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് ഉപ്പാണ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 20-25 നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ നെല്ലിക്കയാണ്. ഇനി ഉപ്പ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്ന മാതിരി വേറെ എണ്ണയൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം ഈ പാത്രത്തിലിട്ടിട്ട്. ശരിക്കും ഇതിന് പൊടിയുപ്പാണ് നല്ലത്, അല്ല കല്ലുപ്പാണ് നല്ലത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പൊടിയുപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതും ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം കടുകെണ്ണയാണ്. കടുകെണ്ണയാണ് നമ്മളുടെ ഈ ഒരു ഉപ്പിലിട്ടതിന് ഫംഗസ് ഒന്നും വരാതെ കേടാവാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന പ്രിസർവേറ്റീവ്. ഉപ്പും അതുപോലെ തന്നെ ഈ എണ്ണയും കൂടി ചേർക്കുമ്പോഴാണ് ഇതിലേക്ക് ഫംഗസ് ഒന്നും വരാതിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിങ്ങിനായിട്ട് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചേർക്കണമെങ്കിൽ ഒരു 1-1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5-6 അല്ലി നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നിർബന്ധമില്ല, പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ആ ഉപ്പിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് വാട്ടിയെടുക്കുന്ന രീതിയിലാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നത് നമ്മളുടെ എരിവിനനുസരിച്ച് മുളകാണ്. ശരിക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാട്ടുമുളകളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ കാന്താരി മുളക് അല്ലെങ്കിൽ ചീനമുളക് എന്ന് പറയുന്ന മുളകാണ്. അതാണ് ഏറ്റവും ടേസ്റ്റും. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ പച്ചമുളക് ഒരു 6 നീളത്തിൽ കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ കാന്താരി മുളക് ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ആ ഉപ്പായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എളുപ്പത്തിനായിട്ട് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ടും തിളപ്പിച്ചെടുത്താൽ മതി, പക്ഷേ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് എളുപ്പം. ഇനി ആ വെള്ളത്തിലേക്ക് നല്ലതുപോലെ ഇളക്കി ഈ ഉപ്പെല്ലാം ആ വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കുക. തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തെങ്കിലും ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കും വരെ ഇങ്ങനെ ആ ഉപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പിലിടാനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നെല്ലിക്ക കഴുകി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് എന്ത് വെള്ളമയം ഉണ്ടെങ്കിലും അതെല്ലാം നല്ലതുപോലെ തുടച്ച ശേഷം മാത്രം ഇടുക. ഇപ്പോൾ ഇതാ നമ്മളുടെ ഉപ്പുവെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി തുടച്ച് വെള്ളമയം ഇല്ലാതാക്കി വെച്ചേക്കുന്ന നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഉപ്പിലിടാനെടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തിനെടുക്കുന്നതാണെങ്കിലും ഈ കിളുന്ത് നെല്ലിക്കയേക്കാളും നല്ലതാണ് നല്ല മൂത്ത നെല്ലിക്ക എടുക്കുന്നത്. ഈ പൊട്ട് നെല്ലിക്കയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനൊരു കയ്പ്പരസം ഉണ്ടാവും. നമ്മളുടെ മാങ്ങയൊന്നും എടുക്കുന്ന പോലെയല്ല, നെല്ലിക്കയ്ക്ക് ഒരു കയ്പ്പരസം വരും. ഭയങ്കര കിളുന്ത് നെല്ലിക്കയാണ് എടുക്കണമെങ്കിൽ. പിന്നെ ചില നെല്ലിക്കയിൽ താഴ്ത്ത് വീണൊക്കെ ചതഞ്ഞിട്ട് കറുത്ത കളറിൽ ചീഞ്ഞ പാടുണ്ടാവും. ചീഞ്ഞ പാടല്ല, ചീഞ്ഞിരിക്കുന്നുണ്ടാവും. അതെടുക്കരുത്, പെട്ടെന്ന് പൂപ്പൽ വരും. ഇപ്പോൾ ഈ നെല്ലിക്കയിൽ കറുത്ത കളറ് പാടുകൾ മാത്രമാണ്, ചീവല്ല കേട്ടോ ഞാൻ എടുത്തേക്കുന്ന നെല്ലിക്കയിലുള്ളത്. അപ്പോൾ അതാ നമ്മൾ ഈ നെല്ലിക്കയെല്ലാം ഈ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ വെള്ളം ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിളയ്ക്കുന്ന ആ ഒരു പരുവം വരെ ആക്കിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് തിളച്ച് ഒരുപാട് സമയം അങ്ങോട്ട് തിളയ്ക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക വെന്ത് പോകും. ജസ്റ്റ് ഈ വെള്ളത്തിൽ കിടന്നൊന്ന് വാടി വന്നാൽ മതി നെല്ലിക്ക. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക വെന്തിട്ട് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ പോയി നെല്ലിക്ക പൊട്ടി തുടങ്ങും. അപ്പോൾ പിന്നെ അത് ആ ഒരു വെന്തൊരു ചുവ വരും. അത് വലിയൊരു നല്ല ടേസ്റ്റ് അല്ല. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ നെല്ലിക്ക ഒന്ന് തിളച്ച് വന്നപ്പോൾ തീ ഓഫ് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണക്കണം. നല്ലതുപോലെ തണുത്ത ശേഷം നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഈ നെല്ലിക്ക മാറ്റി കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെല്ലിക്കയുടെ പുറത്തൊന്നും വെള്ളമില്ലെന്ന് പറയുന്ന മാതിരി നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പൂണിൻ്റെ പൊക്കത്തോ അല്ലെങ്കിൽ ഈ ബോട്ടിലിൻ്റെ ഉള്ളിലോ ഒന്നിലും വെള്ളമയം പാടില്ല. നല്ല ഡ്രൈ ആയിരിക്കണം. നെല്ലിക്ക ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ നല്ലപോലെ കഴുകിയെടുത്ത ശേഷം ഒരു 10-20 മിനിറ്റ് ഒന്ന് വെയിലത്ത് വെച്ചാൽ അത് വെള്ളമയോ എല്ലാം പോയി കിട്ടും. അല്ലെങ്കിൽ ഉണക്കാൻ വെയിലത്തൊന്നും വെക്കാൻ പറ്റില്ലെങ്കിൽ നല്ലപോലെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചോ കിച്ചൺ ടവൽ വെച്ചോ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം. വൃത്തിയുള്ള കിച്ചൺ ടവൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒരു കുപ്പിയിലേക്ക് നെല്ലിക്ക മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഈ കുപ്പിയിൽ ഒട്ടും വെള്ളമയോ ഇല്ലാതെ നല്ലപോലെ വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയെടുത്തതാണ്. അപ്പോൾ നെല്ലിക്ക മൊത്തം മാറ്റിയ ശേഷം കുപ്പിയുടെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഈ ഉപ്പുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഈ നെല്ലിക്ക നമുക്ക് സാധാരണ ഉപ്പ് നെല്ലിക്കയായിട്ട് വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കാം. അതുപോലെ തന്നെ ഉപ്പ് മാങ്ങ കറി വെക്കുന്ന മാതിരി തന്നെ നെല്ലിക്കയും കറി വെക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇതിലേക്ക് ഈ എണ്ണയൊക്കെ അതുമാതിരി ഉപ്പ് ചൂടാക്കിയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തിൻ്റെ മേളിലിരുന്നാലും ഈ നെല്ലിക്ക കേടാവത്തില്ല. പിന്നെ ഇതൊരു 2-3 ദിവസം കൊണ്ടൊക്കെ ഇതിൽ നല്ലപോലെ ഉപ്പ് പിടിക്കും. ഒരാഴ്ച കൊണ്ട് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും.
അപ്പോൾ ഇതാ ഞാനിതിലേക്ക് മൊത്തം വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് മാങ്ങയും ഒക്കെ ഉപ്പിലിട്ട് വെച്ചാലും ഒരുപാട് നാളിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ പുളി ഇഷ്ടമാണ്, അല്ലെങ്കിൽ വിനാഗിരിയുടെ രുചി ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമ്മളുടെ ഉപ്പിലിട്ട നെല്ലിക്ക ഒരാഴ്ച കൊണ്ട് റെഡി ആക്കിയിട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ കമൻസിൽ കൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.